ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വലിയ ആവേശത്തിലാണ് നാടെങ്ങും. ആ ആവേശം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ തെരഞ്ഞെടുപ്പിന്റെ ആവേശവും ആവേശ കാഴ്ചകളും ഒപ്പം തന്നെ പ്രചാരണത്തിന്റെ എല്ലാവിധ വാർത്തകളും കോർത്തിണക്കിക്കൊണ്ടുള്ള മഹാഭാരതത്തിലേക്ക് ജനം ടിവിയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയായ മഹാഭാരതത്തിലേക്ക് സ്വാഗതം. ഏറ്റവും ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രിക ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പ്രകടന പത്രിക. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രകടന പത്രിക നാളെയാണ് പുറത്തിറങ്ങുന്നത്. രാവിലെ 8:30 BJP ആസ്ഥാനത്ത് പ്രകടന പത്രികയുടെ പ്രകാശന കർമ്മം നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ സാന്നിധ്യത്തിലായിരിക്കും പ്രകടന പത്രിക പുറത്തിറക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി മുന്നോട്ട് വയ്ക്കുന്ന പ്രകടന പത്രികയിലെ കാര്യങ്ങൾ എന്ത് എന്നത് തന്നെയാണ് രാജ്യം പ്രധാനമായും വീക്ഷിക്കുന്നത്. 2047 ഭാരതത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രഖ്യാപനങ്ങളാകും BJP നടത്തുക. വികസനവും ഹിന്ദുത്വ ദേശീയതയും നിറഞ്ഞതാകും പ്രകടന പത്രിക. 2014-ലും 2019-ലും പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെല്ലാം നടപ്പാക്കിയതിന്റെ ആത്മവിശ്വാസം BJPക്കുണ്ട്. BJP സ്ഥാപിതമായ 1980 മുതൽ പ്രകടന പത്രികയിൽ ഇടം പിടിക്കുന്ന അയോധ്യ രാമക്ഷേത്രം മോദി യുഗത്തിൽ യാഥാർത്ഥ്യമായി. ജനസംഘത്തിന്റെ കാലം മുതൽ ഉയർത്തിയ ജമ്മു കശ്മീരിന്റെ പ്രത്യേക അധികാരം റദ്ദാക്കി. CAA, മുത്തലാഖ് നിരോധനം തുടങ്ങിയ BJPയുടെ പ്രഖ്യാപനങ്ങളെല്ലാം യാഥാർത്ഥ്യമായി കഴിഞ്ഞു. കശ്മീരിലെയും വടക്ക് കിഴക്കൻ മേഖലയിലെയും വിഘടനവാദത്തെ അടിച്ചമർത്തി. ഏകീകൃത സിവിൽ കോഡും ജനസംഖ്യാ നിയന്ത്രണവും ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയവയെല്ലാം പുതിയ പ്രകടന പത്രികയിൽ ഇടം നേടിയേക്കാം. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ 27-അംഗ സമിതിയാണ് സങ്കല്പ പത്ര തയ്യാറാക്കുന്നത്. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും പത്തനംതിട്ട NDA സ്ഥാനാർത്ഥിയും BJPയുടെ ദേശീയ സെക്രട്ടറിയുമായ അനിൽ ആന്റണിയും പ്രകടന പത്രികാ സമിതി അംഗങ്ങളാണ്. ജനം, ഡൽഹി. ഗൗതം തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് തന്നെയാണ്. അതായത് ഈ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അദ്ദേഹം എല്ലായ്പ്പോഴും ഏത് സ്ഥലത്തെത്തിയാലും വലിയ ഒരു ആവേശം തന്നെയാണ് ജനത്തിനുണ്ടാവുക. അത് പൊതുപരിപാടികളിൽ തന്നെ അമിത്ഷാ എത്തണമില്ല. അദ്ദേഹത്തിന്റെ സന്ദർശനം പോലും അത്തരത്തിലുള്ള വലിയ ആവേശകരമായ കാഴ്ചയായി മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. തിരുവനന്തപുരത്ത് എത്തിയ അമിത്ഷാ ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ പ്രവർത്തകരിൽ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആവേശം തന്നെയാണ് ഉയർത്തിയത്. അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരും ആറ്റിങ്ങലെ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി കൂടിയായ V മുരളീധരനും അമിത്ഷായെ സന്ദർശിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടങ്ങളിൽ പ്രധാനമന്ത്രി അടക്കം വരുന്നതിന് മുമ്പായി അമിത്ഷാ കൂടി എത്തിയതോടുകൂടി അതിന്റെ വലിയ ആവേശത്തിൽ തന്നെയാണ് ഉള്ളത്. ചന്തു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രണ്ട് ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ യാത്രാമധ്യേയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്തെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടുകൂടിയായിരുന്നു അമിത്ഷാ തലസ്ഥാനത്തെത്തിയത്. ഇന്ന് നാഗർകോവിലിലേക്ക് പോകുന്നതിനു മുൻപേ രാത്രി അദ്ദേഹത്തിന് വിശ്രമമൊരുക്കിയിരുന്നത് തമ്പാനൂരിലെ സ്വകാര്യ ഹോട്ടലിലായിരുന്നു. നേരത്തെ നെയ്യാറ്റിൻകരയിൽ അമിത്ഷായുടെ റോഡ് ഷോ നിശ്ചയിച്ചിരുന്നെങ്കിലും മാറ്റിവെച്ചിരുന്നു. അതിനുശേഷം ഹർസ്വമെങ്കിലും അമിത്ഷായുടെ തിരുവനന്തപുരം സന്ദർശനം ജില്ലയിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലെയും NDA പ്രവർത്തകർക്ക് ആവേശമായിട്ടുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ലോക്സഭാ സ്ഥാനാർത്ഥി V മുരളീധരനും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരും ഹോട്ടലിലെത്തി അമിത്ഷായെ കണ്ടു. തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തിയായ കളീക്കാവിളയിൽ നിന്നും ഒത്തിരി ദൂരെയല്ലാത്ത തക്കലയിലെ റോഡ് ഷോ പാറശാല, നെയ്യാറ്റിൻകര, കോവളം മണ്ഡലങ്ങളിലെ പ്രവർത്തകർക്കും ആവേശമായിട്ടുണ്ട്. 15-ന് പ്രധാനമന്ത്രി എത്തി മടങ്ങിയ ശേഷം വോട്ടെടുപ്പിന് മുൻപ് അമിത്ഷാ തിരുവനന്തപുരത്തെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആറ്റിങ്ങൽ, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDA പ്രവർത്തകർ. ജനം, തിരുവനന്തപുരം. ജനം TV സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിൽ ഇത്തവണ
ആലത്തൂർ മണ്ഡലമാണ്. ആലത്തൂർ മണ്ഡലം വലിയ ഒരു പോരാട്ടത്തിന് തന്നെയാണ് സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ തവണ പാട്ടും പാടി ജയിച്ച അല്ലെങ്കിൽ അത്തരത്തിൽ വലിയൊരു പ്രചാരണം തന്നെ ഉണ്ടായിരുന്ന രമ്യ ഹരിദാസ് അവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഒപ്പം തന്നെ ദേവസ്വം മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ LDFന് വേണ്ടി മുതിർന്ന നേതാവാണ്. അത്തരത്തിൽ ഒരു ആളെ തന്നെ ഇറക്കിക്കൊണ്ട് LDF അവിടെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ NDA BJP സഖ്യം NDA ശക്തയായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിക്കുന്നു. TN സരസു പ്രൊഫസർ, അതായത് SFIയുടെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരയായ TN സരസു. അധ്യാപകർക്ക് കുഴിമാടം തീർക്കുന്ന കാലത്ത് അധ്യാപകന്റെ കസേര കത്തിക്കുന്ന അത്തരത്തിലുള്ള രാഷ്ട്രീയത്തിൻ്റെ അരാഷ്ട്രീയവാദത്തിൻ്റെ ആളുകൾക്ക് കൂട്ടുപിടിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ആളുകൾ, അങ്ങനെ അത്തരം 3 സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സരരംഗത്തുള്ളുമ്പോൾ ശക്തമായി തന്നെയാണ് മത്സരം മുന്നോട്ട് പോകുന്നത്. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ തവണ പാട്ടും പാടി വിജയിച്ച രമ്യ ഹരിദാസ്, ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, വിക്ടോറിയ കോളേജിൽ SFI ആക്രമണത്തിനിരയായ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ TN സരസു. വാശിയേറിയ പോരാട്ടമാണ് ആലത്തൂർ മണ്ഡലത്തിൽ ഇത്തവണ നടക്കുന്നത്. മണ്ഡലം എങ്ങനെയും തിരിച്ചുപിടിക്കാൻ LDF ശ്രമിക്കുമ്പോൾ നിലനിർത്താനുള്ള ശ്രമത്തിലാണ് UDF. അതേസമയം പുതുചരിത്രം സൃഷ്ടിക്കാനുള്ള ഒരുക്കത്തിലാണ് NDA. ആലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് ഇന്ന്. ആരാവും ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി? പല കോണുകളിൽ നിന്നും ഈ ചോദ്യം ഉയരുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ TN സരസുവിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. SFIയുടെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരയായ അധ്യാപിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. പിന്നാലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയ സ്ഥാനാർത്ഥിക്ക് മുൻപൊന്നുമില്ലാത്ത വിധം വലിയ സ്വീകാര്യതയാണ് മണ്ഡലത്തിൽ ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ വികസനങ്ങൾ ഈ ഒന്നുമില്ലാതെ കിടക്കുന്ന ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരണം, കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് അദ്ദേഹം ഇത്രയും പാടുപെടുന്നത്. ഒരു പ്രധാനമന്ത്രിയാണ്. എത്ര പ്രാവശ്യം അദ്ദേഹം കേരളത്തിൽ വന്നു. അദ്ദേഹത്തിന് ഇവിടുന്ന് ആരും ജയിച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല. കാരണം അവിടെ നിന്നെല്ലാം വോട്ട് കിട്ടി അദ്ദേഹം തന്നെ പ്രധാനമന്ത്രിയാകും. പക്ഷെ അദ്ദേഹം വീണ്ടും ഇവിടെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേരളം അത്രയും തല്ലിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഈ 2 കൂട്ടരും മാറി മാറി ഭരിച്ച് നശിപ്പിച്ച് നാറാണക്കലടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു വികസനം, അദ്ദേഹത്തിൻ്റെ വികസനങ്ങൾ മുഴുവനും ഇവിടെ അവർ വേറെ പേരിൽ അടിച്ചു മാറ്റുകയാണ്. സാധാരണഗതിയിലൊന്നും കൊടുക്കുകയോ ഇല്ല. എന്തെങ്കിലും വേറെ പേര് പറഞ്ഞിട്ട് അതൊക്കെ ആ പൈസ അവരടിച്ചു മാറ്റും. അതും ജനങ്ങൾക്ക് എത്തൂല. അപ്പം ജനങ്ങളെല്ലാവരും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫെഡപ്പായി. എന്നാൽ മണ്ഡലം ഏതു വിധേനയും തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ. രൂപീകൃതമായതു മുതൽ എല്ലായ്പ്പോഴും ഇടതുപക്ഷത്തിനൊപ്പം നിന്നിട്ടുള്ള മണ്ഡലം കഴിഞ്ഞ തവണയാണ് മാറി ചിന്തിച്ചത്. എന്നാൽ ഇത്തവണ ഇടത്തേക്ക് തന്നെ ചായ്ക്കുക എന്നുള്ളതാണ് രാധാകൃഷ്ണന്റെ ലക്ഷ്യം. അതിനായി മണ്ഡലത്തിൽ നേരത്തെ തന്നെ പ്രചാരണം ആരംഭിച്ചു. പരമാവധി ആളുകളെയും നേരിൽ തന്നെ കണ്ട് സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ തവണ 20 സീറ്റിൽ 19 സീറ്റും നഷ്ടപ്പെടുകയാണുണ്ടായത്. ആ മുഴുവൻ സീറ്റും തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ആലത്തൂർ മണ്ഡലവും തിരിച്ചു പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ, നേതാക്കൾ അതിനുവേണ്ടിയുള്ള വലിയ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷ മുന്നണിക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആളുകളും നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ സ്ഥിതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ശക്തിപ്പെടേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പുറത്തേക്ക് വരാൻ വേണ്ടി സന്നദ്ധ കാണിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായാണെങ്കിലും കഴിഞ്ഞ തവണ കൈപിടിച്ച മണ്ഡലം ഇത്തവണയും ഒപ്പം നിർത്താനുള്ള ശ്രമത്തിലാണ് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. കഴിഞ്ഞ തവണത്തെ പാട്ട് അല്പം കുറച്ചിട്ടുണ്ടെങ്കിലും മണ്ഡലത്തിൽ ഓരോ വീടുകളിലും കടകളിലുമെല്ലാം കയറിച്ചെന്നാണ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണം.
ജനാധിപത്യ മുന്നണിയോടൊപ്പം രാഹുൽ ഗാന്ധിയോടൊപ്പം കോൺഗ്രസിനോടൊപ്പം ആലത്തൂർ പാർലമെന്റ് മണ്ഡലം ഇത്തവണ ജയിക്കും. അത് വലിയൊരു ആത്മവിശ്വാസം. ഇപ്പം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം, ഓരോ കടകളിലും ഓരോ ഓട്ടോ തൊഴിലാളികളെടുത്ത് ചുമട്ട് തൊഴിലാളികളുടെ അരികിൽ, കർഷകരുടെ അരികിലൊക്കെ എത്തുമ്പോൾ അവർ നൽകുന്ന ഒരു പിന്തുണ, അവർ നൽകുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആത്മവിശ്വാസം, അവരുടെ ഒരു പ്രാർത്ഥന, അത് ആവോളം അനുഭവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് ഏറ്റവും വലിയൊരു കരുത്ത് തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പരമാവധി വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളത് തന്നെയാണ് 3 സ്ഥാനാർത്ഥികളുടെയും ലക്ഷ്യം. മൂന്ന് മുന്നണിയും അരയും തലയും മുറുക്കി പ്രചാരണം നടത്തുമ്പോൾ കഴിഞ്ഞ തവണ UDFന് അട്ടിമറി വിജയം നൽകിയ ആലത്തൂർകാർ ഇത്തവണ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഒരു പിടിയുമില്ലാത്ത സ്ഥിതിയാണ്. ആലത്തൂർകാരുടെ മനസ്സെന്തെന്നറിയാൻ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കാം. അതുപോലെ തന്നെ അവിടെ രമ്യ ഹരിദാസിന് ഇത്തവണ പാട്ടും പാടി ജയിക്കാൻ കഴിയുമോ എന്നത് വലിയ ചോദ്യമാണ്. പാട്ട് പാടരുതെന്ന് നേതൃത്വം പറഞ്ഞു എന്നൊരു വാർത്തയുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് രമ്യ ഹരിദാസ് പിന്നീട് പറഞ്ഞു. അങ്ങനെ ആ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് സ്വാഭാവികമായും അവിടെ MP എന്ത് ചെയ്തു എന്ന കാര്യം അവിടെയും പ്രസക്തമാണ്. എന്നാൽ നമ്മൾ മറ്റൊരു മണ്ഡലത്തിലെ കണ്ണൂർ മണ്ഡലത്തിലെ MP എന്തു ചെയ്തു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് നടത്തുന്നത്. കഴിഞ്ഞ 5 വർഷമായി K. സുധാകരനാണ് അവിടെ MP. അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ജനങ്ങളിലേക്ക് എത്തുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരുടെ പ്രതീക്ഷക്കൊത്ത് K. സുധാകരൻ ഉയർന്നിട്ടുണ്ടോ എന്നെല്ലാം തന്നെ പരിശോധിക്കുകയാണ് ശ്രീജിത്ത്. ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലത്തിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K. സുധാകരൻ ജനിച്ചത് വലിയ ഭൂരിപക്ഷത്തിലാണ്. കണ്ണൂരിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ. എന്നാൽ കഴിഞ്ഞ 5 വർഷം സുധാകരൻ എന്തു ചെയ്തു എന്ന് പരിശോധിക്കാം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുപ്പാണ്, ഇതൊന്നും കാണാനും കഴിയില്ല. അതുകൊണ്ടാണ് വോട്ട് വെച്ചാൽ ഏതെങ്കിലും ആർക്കും പറഞ്ഞു വോട്ട് ചെയ്യാനും പോക്കില്ല. സാധാരണ നമ്മൾ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ ആടെ കിടന്നു തുടങ്ങല. ഇപ്പോൾ എല്ലാ വർഷവും ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകും. അന്നേരം പിന്നെ വോട്ട് ഇല്ല. നമ്മളല്ലേ, നമുക്ക് അങ്ങനത്തെ രാഷ്ട്രീയം ഉണ്ടെങ്കിലല്ലേ ജയിക്കോ പിടിക്കോ എന്നു പറയണ്ടേ, അതില്ല. സാന്നിധ്യം കുറവ് തന്നെയാണ്. ആളിങ്ങനെ ഉള്ള ഇത് മാത്രമേ ഉള്ളൂ. കുറച്ച് പ്രവർത്തനം കുറവ് തന്നെയാണ്. അയാൾ 5 വർഷം ഇവിടെ ഉണ്ടായിട്ട് പാർലമെൻറ്റ് പോയിനോന്ന് തന്നെ നമുക്കറിയില്ല. അതിനിടയിൽ KPCC പ്രസിഡൻറ്റുമാണ്. അപ്പോൾ അത് നോക്കാനും സമയമില്ല. MP സ്ഥാനം നോക്കണം, രണ്ടും നോക്കണം. പാർലമെൻറ്റ് പോയിനോന്ന് തന്നെ സംശയം. വികസനം എന്ന് പറഞ്ഞാൽ അയാൾ ഒന്നും കാര്യമായിട്ട് കൊണ്ടുവന്നില്ല. അയാൾ വ്യക്തിപരമായിട്ട് നല്ല സ്വാർത്ഥനാണ്. വികസനം ഒന്നിനും അയാൾക്ക് സമയമില്ല. അയാൾ KPCC പ്രസിഡൻ്റാണ്, ഇപ്പം MP, നിലവിൽ MP. അയാൾ പൊതുവേ ഇന്നിപ്പം ഞാൻ ഇന്നലെ രാവിലെ ചാനലിൽ കണ്ടു, രണ്ടാളും അല്ല വിജയിപ്പിക്കണമെന്നല്ല, ഒരു വികസനം എല്ലാവരും ഒരുപോലെ കാണണമെന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മാർക്സിസ്റ്റുകാരനാണ്. ഞാനങ്ങനെ പറയാൻ പാടില്ല, ഞാനൊരു മാർക്സിസ്റ്റുകാരനാണ്. നിലവിലെ MP സുധാകരനെതിരെ ജനങ്ങൾ വലിയ വിമർശനം ഉന്നയിക്കുമ്പോഴും വികസനം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് രംഗത്തുള്ളത്. MP ഫണ്ട് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഗ്രാമീണ സടക്ക് യോജന, അതുപോലെ തന്നെ അമൃത് പദ്ധതി, ഇങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ, അതുപോലെ തന്നെ റോഡ് ഫണ്ട്, ഇതൊക്കെ കൊണ്ട് ഏകദേശം 188 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് തന്നെ അദ്ദേഹത്തിന് നടത്താൻ മണ്ഡലത്തിൽ സാധിച്ചു എന്നുള്ളതാണ്. ഈ MP ഫണ്ടാണ് എങ്കിൽ അത് ഫലപ്രദമായി അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് പരിധിക്കകത്തുള്ള എല്ലാ പഞ്ചായത്തുകളിലും, എല്ലാ മുനിസിപ്പാലിറ്റികളിലും, കോർപ്പറേഷൻ ഉൾപ്പെടെ എല്ലാം അത് ഏറ്റെടുത്ത് അത് കൃത്യമായ ധാരണയോടെ വിഭജിച്ചു കൊടുക്കാനും അവിടങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ ചെലവിൻ്റെ ഒരു പരിധി അവിടെ ഉൾപ്പെടുത്താനും കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജില്ലാ ആശുപത്രിക്കകത്തും ആവശ്യമായ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ നിർദ്ദേശവും സ്വീകരിച്ചുകൊണ്ട് അതൊക്കെ തന്നെ ചെയ്തു. മാത്രമല്ല ഒരു MP ഇടപെടേണ്ട ഒരുപാട് മേഖലകളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കണ്ണൂരിലൂടെ കടന്നു പോകുന്ന പുതിയ ബൈപ്പാസ്. ആ ബൈപ്പാസുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ആശങ്കയിലാണ്. ആ ആശങ്ക എന്ന് പറയുന്നത് പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നു. ആ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ മൊത്തമായി ജനങ്ങളുമായി ബന്ധപ്പെട്ട് ക്രോഡീകരിച്ച് ഡൽഹിയിൽ പോയി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി
അദ്ദേഹത്തിൻ്റെ ആ ചർച്ചയിൽ അന്ന് കണ്ണൂരിൻ്റെ മേയറായിരിക്കുന്ന എന്നോടുൾപ്പെടെ പറഞ്ഞ് ഞാനും അദ്ദേഹവും നേരിട്ടാണ് നിതിൻ ഗഡ്കരിയെ കാണുവാൻ പോയത്. ഓരോ വിഷയങ്ങളും അക്കമിട്ട് അദ്ദേഹത്തോട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട സംസ്ഥാന തലത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയതിനനുസരിച്ച് ആ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ നേരിട്ട് പരിശോധന നടത്തുകയും ആവശ്യമായ സ്ഥലങ്ങളിലൊക്കെ തന്നെ മേൽപ്പാലവും അണ്ടർപാസും മറ്റൊക്കെ നിർമ്മിക്കാനുള്ള കാര്യങ്ങൾ, അതിനകത്ത് പ്രധാനമായിട്ട് നടാലും ഒക്കെ യു പി സ്കൂൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അത് ചോദിച്ചത് അനുവദിച്ച് വാങ്ങിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. മണ്ഡലത്തിൽ വികസനം എത്തിച്ചെന്ന് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുമ്പോഴും MP മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ തുറന്നു സമ്മതിക്കുന്നു. കെ സുധാകരൻ ഒരുപക്ഷെ എല്ലാ സ്ഥലത്തും എപ്പോഴും എത്തിപ്പെടാൻ പറ്റിയൊന്നും വരുന്നില്ല. അദ്ദേഹം കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ KPCCയുടെ പ്രസിഡന്റാണ്. ആ നിലയിലുള്ള പരിമിതികളുണ്ടായി എന്ന് കരുതി വികസന പ്രവർത്തനത്തിൽ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ല എന്നോ MP ഫണ്ട് ചെലവഴിച്ചിട്ടില്ല എന്നോ പറഞ്ഞാൽ അത് കണ്ണൂരിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. നിലവിലെ MP വൻ പരാജയമാണെന്നും കേന്ദ്രത്തിന്റെ വികസന പദ്ധതികൾ കണ്ണൂരിലെത്തിക്കുവാൻ നിലവിലെ MPക്ക് സാധിച്ചില്ലെന്നും BJP വലിയ വിമർശനം ഉന്നയിക്കുന്നു. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഒരു MP എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ MP പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ജനാധിപത്യത്തിന് വില നൽകാത്ത ഒരു MP-യാണ് സുധാകരൻ എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട MP, എന്നാൽ ആ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാതെ പല പദ്ധതികളും ഇവിടെ ലാപ്സായി പോയതായിട്ട്, ഭരണാനുമതി ലഭിച്ചിട്ടുള്ള പദ്ധതി പോലും ഇവിടെ നിർവഹിക്കാത്ത ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ പാർലമെൻറ്റിനകത്ത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് 50% മാത്രമാണ് ഹാജറുള്ളത്. ചർച്ചകളിലാണെങ്കിൽ 19 ചർച്ചകളിൽ മാത്രമാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ MP ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷം വികസന മുരടിപ്പാണ് കണ്ണൂരിൽ ഉണ്ടായതെന്നും 5 വർഷം MP ഇങ്ങോട്ട് എത്തിയിട്ടില്ലെന്നും LDF ആരോപണം ഉന്നയിക്കുന്നു. മണ്ഡലത്തിലും പോകുന്നില്ല, പാർലമെന്റിനകത്തും പോകുന്നില്ല. അങ്ങനെ ഒരു ജനപ്രതിനിധി ഈ വിലയേറിയ വോട്ടർമാരുടെ വോട്ട് വാങ്ങിയിട്ട് ഈ രൂപത്തിൽ നിരുത്തരവാദിത്വം കാണിക്കാൻ ആർക്കാണ് കഴിയുക? ജനങ്ങളോട് വല്ല പ്രതിബദ്ധതയുമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്നതാണോ UDFിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ശ്രീ സുധാകരൻ കഴിഞ്ഞ 5 വർഷം ചെയ്തിട്ടുള്ളത്? അതിന് ആദ്യം എങ്ങനെ ഞാൻ ആലോചിച്ചു പോകുന്നത്, ഈ കഴിഞ്ഞ 5 വർഷവും ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പോയതിന് ശേഷം പിന്നെ തിരിഞ്ഞു നോക്കാത്ത പ്രദേശങ്ങളിൽ ഇപ്പോൾ പോയി വോട്ട് വേണം, വോട്ട് തരണം എന്നാവശ്യപ്പെടാൻ ലജ്ജയില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ അടുത്തെത്തിയോ എന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കണം. ക്യാമറമാൻ സുബിത്തിനോടൊപ്പം KJ ശ്രീജിത്ത്, ജനം, കണ്ണൂർ. എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന്റെ മറുപടികളാണ് നമ്മൾ കേട്ടത്. സ്വാഭാവികമായും ആ വോട്ടർമാർ പറഞ്ഞത് അദ്ദേഹം പാർലമെന്റിലേക്ക് പോലും പോയതായിട്ട് അറിവില്ല എന്നാണ്. അങ്ങനെയാണ് അവിടെ ആ MP-യെ വിലയിരുത്തുന്നത്. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏതാണ്ട് എല്ലാ MP-മാരെ കുറിച്ചും ഇതേ വിലയിരുത്തൽ തന്നെയാണുള്ളത്. എന്നാൽ അവിടെ നിന്ന് നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ കാര്യങ്ങൾ മറ്റൊരു തരത്തിലാണ്. എങ്ങനെ, അതായത് തോൽവി ഭയക്കുന്ന സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ചില രാഷ്ട്രീയ പാർട്ടികളും എന്ത് തരത്തിലും വോട്ട് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അവിടെ കോൺഗ്രസ് വോട്ടർമാർക്ക് പണം നൽകിക്കൊണ്ടുള്ള നീക്കം നടത്തി അതിൻ്റെ CCTV ദൃശ്യങ്ങൾ അടക്കം പ്രചരിക്കുന്നുണ്ട്. വിരുദുനഗർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മാണിക്കൻ ടാഗോറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുയോഗത്തിലാണ് വോട്ടർമാർക്ക് പണം വിതരണം ചെയ്തത്. തമിഴ്നാട്ടിൽ അതെല്ലാം നടക്കുമെന്ന് നമ്മൾ നേരത്തെ തന്നെ പറയാറുണ്ട്. അവിടെ ആളുകളെ അത്തരത്തിൽ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്താറുണ്ട്. അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമായി ഈ CCTV ദൃശ്യങ്ങൾ മാറുകയുമാണ്. വിരുദനഗറിൽ വ്യാഴാഴ്ച നടന്ന പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തവർക്കാണ് കോൺഗ്രസ് പ്രവർത്തകർ പണം കവറിലാക്കി നൽകിയത്. ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി മാണിക്കം ടാഗോറിന് വോട്ടഭ്യർത്ഥിച്ചായിരുന്നു യോഗം നടന്നിരുന്നത്. പ്രചാരണത്തിൽ വൻ ജനക്കൂട്ടവും വിരുദനഗർ ജില്ലാ ആസ്ഥാനത്ത് തടിച്ചുകൂടിയിരുന്നു. വോട്ടിന് പണം നൽകുന്നത് തടയാൻ തെരഞ്ഞെടുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡുകൾ എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നതിനിടെയാണ് പണവിതരണം പരസ്യമായി നടന്നത്. അണ്ണാ DMK സഖ്യത്തിനു വേണ്ടി
DMDK സ്ഥാനാർത്ഥി വിജയ് പ്രഭാകരൻ, BJP സ്ഥാനാർത്ഥി സിനിമാ താരം രാധിക ശരത് കുമാർ, നാം തമിഴർ സ്ഥാനാർത്ഥി S കൗശിക് തുടങ്ങിയവരാണ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ഇന്ത്യ മുന്നണിയും അണ്ണാ DMKയും തമിഴ്നാട്ടിൽ വ്യാപകമായി വോട്ടർമാർക്ക് പണം നൽകുന്നതായി BJP കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് കോൺഗ്രസ് പണം നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം തങ്ങൾ ആർക്കും പണം നൽകില്ലെന്നും പണം നൽകിയുള്ള വോട്ട് തങ്ങൾക്ക് വേണ്ടെന്നും BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈ പറഞ്ഞു. ജനം, പാലക്കാട്. വോട്ട് വലിയൊരു പ്രശ്നമായി തന്നെ എല്ലായിടത്തും മാറിയിട്ടുണ്ട്. ഇരട്ട വോട്ട് തടയാനുള്ള നീക്കങ്ങൾ അത് ജില്ലാ ഭരണകൂടം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. രണ്ട് ജില്ലാ ഭരണകൂടങ്ങൾ തന്നെ, രണ്ട് സംസ്ഥാനങ്ങളിലെ രണ്ട് ജില്ലാ ഭരണകൂടങ്ങൾ ഒത്തൊരുമിച്ച് അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയുമാണ്. തേനി ജില്ല ഒപ്പം തന്നെ ഇടുക്കി ജില്ലാ ഭരണകൂടങ്ങൾ പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ തന്നെ ഇതിനായി സംഘടിപ്പിച്ചു. വരും ദിവസങ്ങളിലും സമാനമായ പരിപാടികൾ ജില്ലയിൽ നടത്താനുള്ള ആസൂത്രണങ്ങൾ തന്നെയാണ് ഇരു ജില്ലാ ഭരണ നേതൃത്വങ്ങളും നടത്തുന്നത്. കേരള തമിഴ്നാട് അതിർത്തി ജില്ലകളിൽ ഇരട്ട വോട്ട് വ്യാപകമാകുന്നുവെന്ന പരാതി ഉയർന്നിരുന്നു. ഇതുപ്രകാരം നടത്തിയ അന്വേഷണത്തിൽ ഇടുക്കി ജില്ലയിൽ വ്യാപകമായി ഇരട്ട വോട്ടുകളുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായാണ് ഇടുക്കിയിലും തമിഴ്നാടിന്റെ ഭാഗമായ തേനി ജില്ലയിലും ബോധവൽക്കരണവുമായി ഇരു ജില്ലാ ഭരണകൂടങ്ങളും സംയുക്തമായി രംഗത്തെത്തിയത്. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ശേഷം കുമളി വ്യാപാര ഭവനിൽ ഇടുക്കി തേനി ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. ഇടുക്കി ജില്ലയിലെ വിവിധ വനവാസി കുടികളിലെ മൂപ്പന്മാരുമായി ചർച്ച സംഘടിപ്പിച്ചു. ഇരട്ട വോട്ട് തടയുന്നതിനായി മൂപ്പന്മാരുടെ പിന്തുണ ഉറപ്പാക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഒരു അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലകൾ എന്ന നിലയിൽ ഒരു രണ്ട് ഭാഗത്തും വോട്ട് ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ഡബിൾ വോട്ടിംഗ് അല്ലെങ്കിൽ രണ്ട് സ്ഥലത്തും വോട്ട് ചെയ്യുക അത് ശരിയല്ല എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതിനും ജനാധിപത്യത്തിന്റെ ഈ ഒരു വലിയ പ്രക്രിയയിൽ നമ്മുടെ വോട്ടവകാശം അത് ആ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുവാൻ. യോഗത്തിൽ മുതിർന്ന വോട്ടർമാരെയും ആദരിച്ചു. വരും ദിവസങ്ങളിലും ഇരു ജില്ലാ ഭരണകൂടങ്ങളും ചേർന്നുള്ള ബോധവൽക്കരണ പരിപാടികൾ ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നടക്കും. ജനം, ഇടുക്കി. UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ വലിയ ജനവികാരമാണ്. സാധാരണ വോട്ടർമാരിൽ മാത്രമല്ല കോൺഗ്രസിന്റെ പ്രവർത്തകരിൽ തന്നെ ശക്തമായ അമർഷമാണ് ശശി തരൂരിനെതിരെ ഉള്ളത്. അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഷൈൻലാൽ അവിടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് തന്റെ ഭാരവാഹിത്വങ്ങൾ രാജിവെച്ചുകൊണ്ട് അവിടെ മത്സരിക്കുന്നത്. മാത്രമല്ല ഈ ഷൈൻലാലിന് വിമത സ്ഥാനാർത്ഥി എന്ന് തന്നെ പറയാവുന്ന, അല്ലെങ്കിൽ ശശി തരൂരിനെതിരെ ശക്തനായ എതിരാളിയായി നിന്നുകൊണ്ട് മത്സരിക്കുന്ന ഷൈൻലാലിന്റെ വലിയ തോതിൽ ജനപിന്തുണ വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു പൊതുയോഗം സംഘടിപ്പിച്ചപ്പോൾ അവിടെയും വലിയ ആൾക്കൂട്ടമായിരുന്നു വന്നു ചേരുകയും ചെയ്തത്. കോൺഗ്രസിൽ ശശി തരൂരിനെതിരെയുള്ള പടയൊരുക്കങ്ങൾ തുടരുന്നതിനിടയിലാണ് വൻ ജനകീയ പങ്കാളിത്തവുമായി ഷൈൻലാൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് തരൂർ പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിൽ യുവാക്കൾക്ക് സ്ഥാനമില്ല. പ്രത്യേക ജാതി മതവിഭാഗക്കാരെ മാത്രം ഉയർന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നുവെന്നും ഷൈൻലാൽ പറഞ്ഞു. പിന്നോക്ക സമുദായങ്ങളെ അടച്ചാക്ഷേപിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന നയങ്ങൾക്കെതിരെയായിരുന്നു എന്റെ പോരാട്ടം എന്നും വന്നിരുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 ടൈം ജയിച്ചു പോയ ശശി തരൂർ, അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് വിളിക്കുവാൻ നമുക്ക് സാധിക്കില്ല. അദ്ദേഹത്തെ വിളിച്ചാൽ കോൾ യു ലേറ്റർ എന്നൊരു മെസ്സേജ് മാത്രമാണ് വരുന്നത്. ക്യാമറയാണ് ഷൈൻലാലിന്റെ ചിഹ്നം. കഴിഞ്ഞ 3 തവണയും ശശി തരൂരിന് വേണ്ടി മണ്ഡലത്തിൽ പ്രവർത്തിച്ച കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു ഷൈൻലാൽ. തിരുവനന്തപുരം പാപ്പനംകോട് ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വൻ ജനക്കൂട്ടമാണ് പങ്കെടുത്തത്. തരൂരിന്റെ സ്ഥിരം വോട്ടുകളാണ് ഷൈൻ പക്ഷത്തേക്ക് മാറിയത്. കഴിഞ്ഞ ഏപ്രിൽ 3-ാം തീയതിയായിരുന്നു ഷൈൻലാൽ കോൺഗ്രസിന്റെ എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിന് കത്തയച്ചത്. ജനം, തിരുവനന്തപുരം. UDF സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിനിടെയുണ്ടായ അനിഷ്ട സംഭവങ്ങൾ അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ് KPCC നേതൃത്വം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് KPCC ചാർജുള്ള ഭാരവാഹികളോടും ഒപ്പം തന്നെ ജില്ലാ നേതൃത്വത്തോടും വിശദീകരണം തേടിയിരിക്കുകയാണ്. എങ്ങനെയാണ് അത്തരമൊരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത് എന്ന് തന്നെയാണ് നേതൃത്വം പരിശോധിക്കാൻ നോക്കുന്നത്.
ശശി തരൂരിന്റെ വാഹന പര്യടനം ആരംഭിച്ച ആദ്യ ദിവസം ബാലരാമപുരത്തും പിന്നീട് കഴക്കൂട്ടത്തുമുണ്ടായ സംഭവത്തെ ഗൗരവമായിട്ടാണ് KPCC നേതൃത്വം കാണുന്നത്. തുടർച്ചയായ 4ാം തവണയും മത്സരിക്കാനിറങ്ങുമ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ പൊതുമധ്യത്തിൽ സ്ഥാനാർത്ഥിക്കും പാർട്ടിക്കും നാണക്കേടുണ്ടാക്കുമെന്ന വിലയിരുത്തലും നേതൃത്വത്തിനുണ്ട്. ഉണ്ടായ സംഭവങ്ങളിൽ അന്വേഷണം നടത്താനാണ് നേതൃത്വം ആലോചിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ചാർജുള്ള KPCC ഭാരവാഹികളോടും ജില്ലാ നേതൃത്വത്തോടും വിശദീകരണം തേടാനും നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ നിയോജകമണ്ഡലം പരിപാടികളിൽ പങ്കെടുപ്പിച്ച് പ്രവർത്തകരുമായി നേരിട്ട് സംസാരിപ്പിക്കുന്നതടക്കം നേതൃത്വത്തിന്റെ ആലോചനയിലുണ്ട്. ജനം, തിരുവനന്തപുരം. എല്ലായിടത്തും എന്നാൽ ഈ കനത്ത ചൂടിനിടയിലും തെരഞ്ഞെടുപ്പ് ആവേശം അത് ഒട്ടും ചോരുന്നില്ല. ആ കനത്ത വേനലിനെയും മറികടക്കുന്നത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ആവേശം. വടകരയിൽ ദേശീയ നേതാക്കളെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് തന്നെയാണ് NDA ആണെങ്കിലും UDF ആണെങ്കിലും LDF ആണെങ്കിലും എല്ലാം തന്നെ കളം പിടിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ രാജ്നാഥ് സിംഗ് മുതൽ പ്രിയങ്കയും ഒപ്പം തന്നെ സീതാറാം യെച്ചൂരി, CPMന്റെ ദേശീയ നേതാവെന്ന് പറയുന്ന സീതാറാം യെച്ചൂരിയും അടക്കമുള്ള ആളുകളാണ് അവിടെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി എത്താൻ പോകുന്നത്. വോട്ടെടുപ്പ് തീയതി അടുത്തതോടെ കനത്ത ചൂടിനെ പോലും അവഗണിച്ചുള്ള മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. ഒരു നിമിഷം പോലും പാഴാക്കാതെ രാപ്പകൽ ഭേദമില്ലാതെ മണ്ഡലത്തിൽ സജീവമാണ് സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും. ദേശീയ നേതാക്കളെ മണ്ഡലത്തിലെത്തിച്ച് പ്രചാരണം കൂടുതൽ ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് NDAയും ഇടതു വലത് മുന്നണികളും. വിഷു കഴിഞ്ഞാവും നേതാക്കൾ മണ്ഡലത്തിലെത്തുക. NDA സ്ഥാനാർത്ഥി CR പ്രഭുകൃഷ്ണനായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേരിട്ട് വടകരയെത്തും. UDFനായി 16-ന് കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ DK ശിവകുമാറും 20-നുള്ളിൽ പ്രിയങ്കയും പ്രചാരണത്തിനിറങ്ങും. സീതാറാം യെച്ചൂരി, പിണറായി വിജയൻ എന്നിവരെ എത്തിച്ചാകും ഇടതുമുന്നണി പ്രചാരണത്തിന് കുഴപ്പേകുക. 17-ന് യെച്ചൂരി 2 കേന്ദ്രങ്ങളിൽ പ്രസംഗിക്കും. 20-ന് പിണറായി വിജയനും മണ്ഡലത്തിലെത്തും. ജനം, കോഴിക്കോട്. കേരളത്തിൽ വോട്ടിന് വേണ്ടി ഏത് വർഗീയ സംഘടനകളുമായി കൂട്ടുപിടിക്കാൻ UDF തയ്യാറാണ്, LDF തയ്യാറാണ്. എന്നാൽ ഇത്തരത്തിൽ വർഗീയ സംഘടനകളുമായി കൂട്ടുപിടിക്കുന്നത് വലിയ തരത്തിൽ തന്നെ ദേശീയ തലത്തിൽ BJP ചർച്ചയാക്കാറുണ്ട്. അവിടെയാണ് കഴിഞ്ഞ തവണ രാഹുലിന് പറ്റിയ വലിയ ഒരു പറ്റെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ആരുടെയും പതാകകൾ ഉപയോഗിക്കില്ല എന്നാണ് ആക്ടിംഗ് പ്രസിഡന്റായ KPCC ആക്ടിംഗ് പ്രസിഡന്റായ MM ഹസൻ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള കാരണം വിശദീകരിക്കാൻ അദ്ദേഹം തയ്യാറുമല്ല. എന്നാൽ എന്താണ് അതിനുള്ള ഒരു കാരണമെന്ന് പൊതുവായി എല്ലാവർക്കും അറിയുകയും ചെയ്യാം. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് ഒരു പതാകയും ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ പതാക ഉപയോഗിക്കുന്നില്ല. അപ്പോൾ പിന്നെ മുന്നണിയിലെ മറ്റു പാർട്ടികളുടെ പതാകകളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഇത്തവണത്തെ പ്രചാരണത്തിന് പതാക വേണ്ട, ചിഹ്നം മാത്രം മതിയെന്നാണ് തീരുമാനം. കോൺഗ്രസിന്റെയും ഘടകകക്ഷികളുടെയും പതാകകൾ പ്രചാരണത്തിന് ഉപയോഗിക്കാത്തതിനെ പറ്റി MM ഹസന്റെ എങ്ങും തൊടാത്ത വ്യക്തതയില്ലാത്ത പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഇല്ല, കോൺഗ്രസിന്റെ പതാക ഉപയോഗിക്കില്ല, പിന്നെ മുന്നണിയിലെ ഒന്നിന്റെയും പതാക ഉപയോഗിക്കില്ല. റീസൺ പതാക വേണ്ട, ചിഹ്നം ഉപയോഗിച്ചാൽ മതി എന്നാ തീരുമാനിച്ചത്. ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം. ഞങ്ങൾ വയനാട്ടിൽ കൊടുത്ത നിർദ്ദേശം ഒരു മണ്ഡലത്തിലും വേണ്ട. രാഹുൽ ഗാന്ധി പോകുന്ന പ്രചരണം അദ്ദേഹം 2-3 ദിവസമേ ഉള്ളൂ. അവിടെയെല്ലാം ഞങ്ങൾ അദ്ദേഹത്തിന്റെ ചിഹ്നമായിരിക്കും പ്രദർശിപ്പിക്കും. രാഹുൽ ഗാന്ധിയുടെ പത്രിക സമർപ്പണത്തിന് റോഡ് ഷോയിലടക്കം പതാകകൾ ഉപയോഗിക്കാതിരുന്നത് വലിയ ചർച്ചയായിരുന്നു. പല മണ്ഡലങ്ങളിലും സമാന രീതി ആവർത്തിച്ചു. പതാകകൾ ഒഴിവാക്കിയത് മുന്നണിക്കുള്ളിലും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഘടകകക്ഷികളും അസ്വസ്ഥരാണ്. കോൺഗ്രസിനെതിരെ ഘടകകക്ഷികൾ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് കാലത്ത് പതാക വിഷയത്തിൽ UDF വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുമ്പോഴാണ് പ്രചാരണത്തിൽ പതാക പൂർണ്ണമായും ഒഴിവാക്കാനുള്ള തീരുമാനം. ജനം, പത്തനംതിട്ട. ഇടത് വലത് മുന്നണികളെ ഒരുപോലെ പ്രതിരോധത്തിലാക്കിയ വലിയ പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് മുരളീധരൻ, കേന്ദ്രമന്ത്രി മുരളീധരൻ ഉള്ളത്. NDA സ്ഥാനാർത്ഥി. ശക്തമായ അദ്ദേഹത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഓരോ മണ്ഡലത്തിലും ആവേശകരമായ ഒരു സ്വീകരണം തന്നെയാണ് ലഭിക്കുന്നത്. അത്തരത്തിൽ കാട്ടാക്കട മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ, പര്യടന പ്രവർത്തനങ്ങൾ ആവേശകരമായി തന്നെയാണ് മുന്നോട്ട് പോയത്. രാവിലെ കാട്ടാക്കട മുളയറയിൽ നിന്ന് ആരംഭിച്ചു വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ആ പര്യടനം മുന്നോട്ട് നീങ്ങിയത്. മാത്രമല്ല ഉരുട്ടമ്പലത്തിൽ നിന്ന് ആരംഭിച്ച് വിവിധ മണ്ഡലങ്ങളിലൂടെ പര്യടനം തുടരുകയും ചെയ്തു. അങ്ങനെ എല്ലാ സ്ഥലത്തും മുരളീധരൻ ഒരു ആവേശമായി മാറുന്നു എന്ന് തന്നെയാണ് ആറ്റിങ്ങലിൽ നിന്നുള്ള റിപ്പോർട്ട്. ആവേശകരമായ വരവേൽപ്പാണ് വാഹന പ്രചാരണ ജാഥയ്ക്ക് എല്ലായിടത്തു നിന്നും ലഭിക്കുന്നത്. സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനായി ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ 100 കണക്കിന് ആളുകളാണ് എല്ലായിടങ്ങളിലും വന്നെത്തുന്നത്.
കാട്ടാക്കട മണ്ഡലത്തിലെ മുളയറയിൽ നിന്നാണ് ഇന്നത്തെ പര്യടനം ആരംഭിച്ചത്. ഉരുളിയിൽ വിഷുക്കണി ഒരുക്കിയും പനങ്കുല സമ്മാനിച്ചുമാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ വരവേറ്റത്. കൊടും ചൂടിനെയും വകവയ്ക്കാതെ വിശ്രമമില്ലാത്ത പര്യടനമാണ് മണ്ഡലത്തിലുടനീളം നടത്തുന്നത്. വിഷു കൂടി വന്നതോടെ കൊന്നപ്പൂക്കൾ സമ്മാനിച്ചാണ് പ്രവർത്തകർ സ്വീകരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച പര്യടനം കാട്ടാക്കട മാറനല്ലു പഞ്ചായത്തിലൂടെ കടന്നുപോയി. ഊരൂട്ടമ്പലത്തിന് സമീപത്ത് പെരുമള്ളൂർ പ്ലാവിളയിൽ നിന്നും ആരംഭിച്ച പര്യടനം 35ഓളം സ്ഥലങ്ങളിലാണ് പര്യടനം നടത്തുന്നത്. ജനം, തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം വിതറുന്ന വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി മഹാഭാരതം വീണ്ടും അടുത്ത ദിവസം. ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.